അപ്പോൾ മക്കളെ, ഒരു 10 ദിവസം നാട്ടിലുണ്ടാവില്ല. ഞാൻ എൻ്റെ ഉപരിപഠനത്തിൻ്റെ ഭാഗമായിട്ട് മലേഷ്യയിൽ പോവുകയാണ്. ചൈനീസ് മെഡിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് തൈജി ചുവാൻ. അപ്പോൾ അതിൻ്റെ പഠനവും എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് മലേഷ്യയിൽ പോവുകയാണ്. ഈ പാക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ബീഫിൻ്റെ അച്ചാറും ടെൻഡർ കോക്കറ്റിൻ്റെ ഹൽവ, അതേപോലെ തന്നെ ബ്ലാക്ക് സീഡിൻ്റെ ബാർ, ഇതൊക്കെ അവിടെ എൻ്റെ കൊളീഗ്സിന് ജസ്റ്റ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാണ്. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 10 ദിവസം ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ യാത്ര നിങ്ങളെ കൂടെ ആക്കാം എന്ന് കരുതി, അതുകൊണ്ട് ഞാൻ പാക്കിങ് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പെട്ടി പാക്ക് ചെയ്തു, നേരെ എയർപോർട്ടിലേക്ക് പോയി. അവിടുന്ന് സങ്കടത്തോടാണെങ്കിലും ഫാമിലിക്കൊന്ന് കൈ കാണിച്ച് കൂടുതൽ അവരെ കൂടെ നിൽക്കാതെ ഞാൻ വേഗം ഉള്ളോട്ട് കയറിപ്പോയി. ഓക്കെ, ദെൻ എനിക്ക് അവിടുന്ന് ബോർഡിംഗ് പാസ് കിട്ടി. അവിടെ എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അറിയുന്ന ആളായിരുന്നു, എയർപോർട്ടിലെ സ്റ്റാഫായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു. ഓക്കെ, ഒരു കാപ്പിച്ചീനോ കുടിച്ചു. കാപ്പിച്ചീനോ അത് മേക്ക് ചെയ്തത് കണ്ട ഭംഗി കൊണ്ട് പോയി കുടിച്ചതാണ്. ഇഷ്ടമുണ്ടായിട്ട് കുടിച്ചതൊന്നുമല്ല, പക്ഷേ വെറും 370 രൂപ മാത്രമേ ഉള്ളൂ കാപ്പിച്ചീനോക്ക്. അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ ഭംഗിയും ഒക്കെ കാണുമ്പം കുടിക്കാൻ തോന്നും, അങ്ങനെ കുടിച്ചതാണ്. ഏതായാലും ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. കാപ്പിച്ചീനോ കുടിച്ച് തിരിഞ്ഞ് കളിച്ചപ്പോഴേക്കും ബോർഡിങ്ങിൻ്റെ ടൈമായി. കുലാലംപൂരിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റാണ് വന്നത്. നേരെ ചെക്കിങ് കഴിഞ്ഞു, ഫ്ലൈറ്റിനുള്ളിലേക്ക് നടന്നു. നേരെ ഫ്ലൈറ്റിനുള്ളിലേക്ക് പോയി അവിടെ ഇരുന്നു. എൻ്റെ കാല് കൊള്ളുന്നില്ലായിരുന്നു കേട്ടോ. 4 മണിക്കൂർ ഇരിക്കണം. ശരിക്കും സ്പേസ് വളരെ കുറവാണ് എയർ ഏഷ്യയിൽ. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ.